നമ്മുടെ സ്മോക്കർ ഓൺ ആയിട്ടുണ്ട്. നമുക്ക് ഇനി പൈനാപ്പിൾ ഇതിലിടാം കേട്ടോ. വേണ്ട, നല്ല ഓണാണ്. ആദ്യം തന്നെ പൈനാപ്പിൾ ഇടാം, കാരണം ചിക്കനൊക്കെ ആദ്യം ഇട്ട് കഴിഞ്ഞാൽ അതിൽ അടി പിടിച്ച് പൈനാപ്പിൾ ആദ്യം ഇടാം. അതിന്റെ കൂടെ സ്പേസ് ഉണ്ടല്ലോ, കുറച്ച് പ്ലാന്റെയിൻ ആഡ് ചെയ്യാം കേട്ടോ. അതൊപ്പം തന്നെ ആയിട്ട് പ്ലാന്റെയിൻ. ഓക്കെ, അടച്ച് എത്ര മിനിറ്റ് ആവുന്ന നമുക്ക് നോക്കാം. നമുക്ക് കുറച്ച് സോസ് ഉണ്ടാക്കാം ബാർബിക്യൂവിന്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഷുഗർ ആഡ് ചെയ്യണം. ബ്രൗൺ ഷുഗർ ആണിത്. കുറച്ച് മ്യൂറിൻ തീരാറായി, കുറച്ച് മതി. കുറച്ച് ചില്ലി ഫ്ലേക്സ്, sesame, കുറച്ച് sesame, സോയ് സോസ് ആണ്. കുറച്ച് സോയ് സോസ് ഒഴിച്ച് ഓക്കെ. ചെറിയാക്കി സോസിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മളിപ്പോൾ ഒഴിച്ചത്. ഓക്കെ, ഇനി ഇത് നമ്മള് വുഡ് ഫയറിന്റെ മുകളിൽ വെച്ച് ചൂടാക്കും. പൈനാപ്പിള് പകുതി കുക്കായിട്ടുണ്ട്. നമുക്ക് കുറച്ച് സോസ് കൂടി ഇട്ട് കൊടുക്കണം. ഈ സോസ് കുറച്ച് ഇങ്ങനെ പരത്തി കൊടുക്കണം. പൈനാപ്പിളും ബനാനയിലും പരത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മളുടെ പൈനാപ്പിൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എടുക്കാം. Very nice pineapple. Looks delicious. Plantain. It's really hot. പൈനാപ്പിളും പ്ലാന്റെയിനും. ഓക്കെ, ഈ പൈനാപ്പിൾ എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. സോ ജ്യൂസി. എരിവും മധുരവും ഉപ്പും ഒക്കെ കൂടി അങ്ങ് വന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. വെറുതെ പൈനാപ്പിൾ കഴിക്കണേക്കാളും ഭയങ്കര രസമുണ്ട്. വെരി നൈസ്. പ്ലാന്റെയിൻ കഴിച്ചോക്കാം. നമ്മൾ പണ്ട് പഴം ചുട്ട് കഴിക്കൂലേ, നല്ല ടേസ്റ്റ് അല്ലേ? ആ ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ ആ സോസ് വന്നപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ്. എരിവും മധുരവും പുളിയും ആ സോയ സോസിൻ്റെ
ഇഞ്ചി പുളിയും എല്ലാം കൂടി ആയപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഡെലീഷ്യസ്. നെക്സ്റ്റ് നമുക്ക് പിസ്സ വയ്ക്കാം. I'm just going to get smoke is still there. See, 1 hour 32 minutes. So I don't have to do anything. Just നമ്മള് പിസ്സ വെച്ചിട്ടുണ്ട് ഇപ്പോ. ഒരു 7 minutes നമുക്ക് വെയിറ്റ് ചെയ്യും. ഓക്കെ, ചിക്കൻ വെക്കാൻ പോവാണേ. സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിലേക്ക് നമ്മൾ ഇത് പെരി പെരി സോസ്, ഹോം മെയ്ഡ് പെരി പെരി സോസ് ഉണ്ടാക്കിയതാണ് നമ്മൾ ഇന്നലെ. ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്തതാണ് ഈ ചിക്കൻ. വിങ്സ് മാത്രമേ ഉള്ളൂ ഇന്ന്, ചിക്കൻ വിങ്സ്. ഈ മൂന്ന് പേർക്കുള്ള ബാർബിക്യൂ ആണ്. ഞാൻ അടുപ്പിച്ച് വെക്കുന്നത് കുറച്ച് കപ്പയും ഇവിടെ വെക്കാൻ വേണ്ടിയാണ്. കുറച്ച് കപ്പ പെരി പെരി സോസിൽ തന്നെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് ഞാനൊന്നും വെച്ചില്ല. ഇതിൽ തന്നെ എടുത്തിട്ടിട്ട് നമ്മളിൽ വെക്കണം. മാരിനേറ്റ് ചെയ്യായിരുന്നു, പക്ഷേ കുഴപ്പമൊന്നുമില്ല. Hopefully there is space. Okay. ഈ സോസ് ആക്കി നമ്മൾ ഓൾറെഡി പെരി പെരി സോസിൽ മാരിനേറ്റ് ചെയ്ത ചിക്കനാണ്. അപ്പോൾ ഇതിൻ്റെ സോസും കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഒരു 10 മിനിറ്റ് കൂടി ഇരുന്നാൽ ഇതായിട്ടുണ്ടാവും. 10 മിനിറ്റ് വേണമെന്നില്ല, 5 മിനിറ്റ് മതിയായിരിക്കും. നോക്കട്ടെ. നമ്മൾ ചിക്കൻ തുറന്ന് നോക്കാണ്. റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടെമ്പറേച്ചർ നോക്കാം. കുക്കായിട്ടുണ്ട്. നമുക്ക് എടുക്കാം. ഓക്കെ, ഇന്ന് നമ്മൾ ബാങ്ക് ഹോളിഡേ വീക്കെൻഡ് ആയിട്ട് ഉണ്ടാക്കിയ ബാർബിക്യൂ ആണിത്. പിസ്സ ഉണ്ടാക്കി, പൈനാപ്പിളും പ്ലാന്റൈനും ഉണ്ടാക്കി, ചിക്കൻ വിങ്സും കപ്പയും പിന്നെ ഗ്രീക്ക് സാലഡ് ഉണ്ടാക്കി. ഇത് ഉപ്പിലിട്ട ക്യാബേജാണ്. ഉപ്പിലിട്ട ക്യാബേജ് നല്ല ടേസ്റ്റാണിത്. ഓക്കെ, ഇതാണ് നമ്മളുടെ ബാങ്ക് ഹോളിഡേ വീക്കെൻഡ് ലഞ്ച് ടുഡേ.